everybody, this is Shweta. My name is Inder and welcome to our channel. It's time for next scene from movie Kalam Kabal. Let's watch it. Yeah. ഞങ്ങൾ ഏകദേശം ഡേറ്റ് അനാലിസിസ് ചെയ്തു. ഇതിൽ ചില പെണ്ണുങ്ങളൊക്കെ ലൊക്കേഷൻ ഡിറ്റക്ട് ചെയ്യാൻ പറ്റുന്ന ഫോണാണ് ഉപയോഗിച്ചിരുന്നത്. ആ ഫോണൊക്കെ യൂസ് ചെയ്തിട്ടുണ്ടോ? ഇല്ല, അവൻ അത് ഉപയോഗിച്ചിട്ടില്ല. സിം മാത്രമേ എടുത്തിട്ടുള്ളൂ. അത് ഓരോ സിമ്മിനും ഓരോരോ ഫോണുകളാണ് ഉപയോഗിച്ചത്. അപ്പൊ ആ ഫോണുകളൊക്കെയോ? അതാണ് സാറേ മെയിൻ ആയിട്ട് ഞങ്ങൾ തപ്പി നോക്കിയത്. ഈ ഫോണുകളെല്ലാം പനച്ചമൂട്ടിലെ ഒരു AX മൊബൈൽസ് എന്ന കടയിലോട്ട് ഷിപ്പ് ചെയ്തിട്ടുള്ള ഫോണുകളാണ്. പക്ഷെ അവിടെ നിന്ന് ഈ ഫോണുകളൊന്നും വിറ്റുപോയതായിട്ട് രജിസ്റ്റർ ആയിട്ടില്ല. കിട്ടിയോ? കിട്ടി സാറേ. സാറ് ഡീറ്റെയിൽസ് ഒക്കെ പഴയ പോണ്ടായിട്ട് തപ്പിയാണ് സാറേ കട നടത്തുന്നത്. പണ്ട് ചെറിയ ഉടായ്പൊക്കെ ഇവിടെ വന്നാലത്ത് ഉണ്ടായിട്ടുണ്ടായിരുന്നു. എന്താ അത് അഡ്രസ് പ്രൂഫ് ഇല്ലാണ്ട് കുറച്ച് കള്ളസിമൊക്കെ കൊടുത്തിട്ട് പോലീസ് വന്നിട്ട് കട മൊത്തം റെഡി പിന്നെ കേസൊക്കെ കഴിഞ്ഞപ്പോ ഒരു ഫോണൊക്കെ തിരിച്ചു വന്നിട്ടുണ്ടായിരുന്നു. പക്ഷെ കുറച്ച് ഫോണുകൾ അവർ മുക്കിയിട്ടുണ്ടായിരുന്നു സാറേ. അത് പിന്നെ പോലീസുകാരായിട്ട് നമ്മൾ അതിന്റെ പുറകെ ഒന്നും പോയില്ല. സാർ ഇപ്പൊ തന്ന ലിസ്റ്റിലുള്ള ഫോണുകൾ അവർ മുക്കിയ സാറേ. ഞാൻ പറയുന്നത് വെള്ളറയുടെ പോലീസുകാർ ഫോൺ കൊണ്ടുപോയെന്നാണോ പറയുന്നത്? വെള്ളറുടെ അല്ല സാറേ, രാജാക്കമംഗലം പോലീസ്. അതെങ്ങനെയാണോ ശരിയാകുന്നത്? രാജാക്കമംഗലം തമിഴ്നാടല്ലേ? അല്ല സാറേ, ഇവിടെ റോഡിന്റെ അപ്പുറം കേരളവും ഇപ്പുറം തമിഴ്നാടാണ്. നമ്മൾ വിചാരിച്ചു കേരള പോലീസിലോട്ടല്ല തമിഴ്നാട് പോലീസിലോട്ടാണല്ലോ. எல்லாமே ரெடியா இருக்கு சார். ആ സമയത്ത് ഓഫീസിലുണ്ടായ എല്ലാ ഓഫീസേഴ്സും സീനിയർ ഓഫീസേഴ്സ് ഉൾപ്പെടെ ஃபுல் டீடைல்ஸ் இருக்கு சார். முருகன் சார் டீடைலா சொல்லிருக்காரு. எதையும் மிஸ் பண்ண கூடாதுன்னு. அதான் கொஞ்சம் டிலே ஆயிடுச்சு சார். His name is also there. എനിക്ക് ഇതിലുള്ളവരുടെ ഒരു പേഴ്സണൽ ഫോൺ നമ്പർ വെച്ചിട്ടേ പൊസിഷൻ ടൈമിലായി മാപ്പ് ഉണ്ടാക്കുക. എന്നിട്ട് ക്രൈം നടന്ന സമയത്തെ സസ്പെൻഡിന്റെ പൊസിഷൻ ആ മാപ്പായിട്ടൊന്ന് മാച്ച് ചെയ്ത് നോക്കുക. രണ്ടിലും ഒരേപോലെ വരുന്നു വരുത്തനെ ഇതിൽ കാണും. സാറേ ഞാനിപ്പോ ഓഫീസിൽ വന്ന് ലോഗിൻ ചെയ്തതേ ഉള്ളൂ. അന്നേരമാണ് ഒരു കാര്യം ശ്രദ്ധിച്ചത്. നമ്മുടെ മിസ്സിംഗ് ആയ കേസുകളിലെ ഒരു ശരണ്യയുടെ ഫോൺ ഇന്നലെ ഓൺ ആയിട്ടുണ്ട്. ഇന്നലെ രാത്രി ഒരു 10 മണിക്കാണ് ഓൺ ആയിരിക്കുന്നത്. സെയിം ഫോൺ തന്നെയാണോ അതോ സിം മാറ്റിട്ടതാണോ? സെയിം ഫോണാണ്, അതാണ് എനിക്കൊരു ഡൗട്ട്. അതേതെങ്കിലും സിറ്റുവേഷൻ ലോഞ്ച് ചെയ്തതായിരിക്കും. എന്നിട്ട് ലൊക്കേഷൻ കിട്ടിയോ? അത് ട്രാക്ക് ചെയ്തോണ്ടിരിക്കുകയാണ് സാറേ. സംഭവം നാഗർകോവിൽ ഭാഗത്താണെന്ന് കിട്ടിയിട്ടുണ്ട്. 10 മിനിറ്റിൽ എക്സാക്ട് ലൊക്കേഷൻ കിട്ടും. പോലീസ് അപ്പാർട്ട്മെന്റ് ആവശ്യമില്ല. ഏതോ ഒരു ഫ്ലാറ്റ് ആണ് സാറേ. ഏത് ഫ്ലോർ അറിയാൻ പറ്റില്ല? അത് പറ്റൂല സാറേ, പൊസിഷൻ മാത്രമേ ഡിറ്റക്ട് ആവും. ഓണല്ലേ? അതെ സാറേ. ग्राउंड फ्लोर Who is gonna be there? मेरे को लगता है उसने किसी को फंसा दिया है. अपनी जो किसी को नंबर दे. ഞങ്ങൾ കേരള പോലീസ്. சார் என்ன சார்? ஹஸ்பண்ட் அத்தான் வெள்ளோனி போலீஸ் ஸ்டேஷன்ல கான்ஸ்டபிளா இருக்காரு. பேரு மணி. അവരാണോ കക്ഷി? Okay. ஆமா சார். ഞാൻ ഒരു ഫോൺ ട്രേസ് ചെയ്ത് വന്നതാ. അത് ഇവിടെ വന്ന് ഡയൽ ചെയ്തപ്പോ ഈ വീട്ടിൽ നിന്ന് റിംഗ് സൗണ്ട് കേട്ടത്. അതൊന്ന് ചെക്ക് ചെയ്യാനാ. அது சரிதான் சார். இங்க ஒரு போன் ரிங் அடிச்சது. ஆனா அந்த சத்தம் எங்க இருந்து வந்துச்சுன்னு எங்களுக்கும் தெரியல. நாங்களும் பார்த்துட்டு தான் இருக்கோம். எங்களோடது இல்ல. ஆனா
बट ये आया कैसे इधर? हम्म, वो भी ऐसी जगह पे। बेड के नीचे। हाँ ഇതുമാതിരി ഒരു ഫോൺ ഇങ്ങ யார்கிட்டே இல்ல சார். അതറിയാം. മണി എവിടെ? காலையில டியூட்டிக்கு போனாரு சார். എന്താ വിളിച്ചിട്ട് കിട്ടുന്നില്ലേ? സ്വിച്ച് ഓഫ് എന്ന് വരുന്നത്. अरे എന്താണ് സാറേ പ്രശ്നം? മണിയായിട്ട് ഒരു കാര്യം അന്വേഷിക്കാനാണ്. ഞാൻ ചേട്ടനൊന്ന് വിളിച്ചു നോക്കാം. നിങ്ങൾ എത്ര നാളായി നാഗർകോവിൽ താമസം തുടങ്ങിയിട്ട്? ഒരു 10-12 വർഷം എടുക്കും സാർ. അണ്ണാ നിങ്ങൾ എന്തിനാ ഇവിടെ? സാറേ സാറിവിടെ എന്താ പറ്റി സാറേ? സാറേ ഇത് എന്റെ വൈഫാണ് സാറേ. ഞാൻ എന്റെ മുകളിലാണ് താമസിക്കുന്നത്. ओ അപ്പൊ മണി മണി എനിക്ക് ഒരുപാട് കാലമായിട്ട് അറിയാം സാറേ. സാറേ फाइंड कर दिया आसानी से। वही मैं सोच रही थी ये बंदी को देखकर। അത് നമ്മളെ തപ്പിടുന്ന ഫോൺ ഇവിടെ നിന്ന് കിട്ടി എന്ന് വെച്ചാ ഞാൻ സാറിനോട് പറഞ്ഞില്ലേ സസ്പെക്ടഡ് പോലീസുകാരനായിരിക്കും. നീ മണിയാണ്. അതിനൊരു ചാൻസ് ഉണ്ട് സാറേ. അവനെ എനിക്ക് നന്നായിട്ട് അറിയാം. ഇപ്പൊ എന്തായാലും സാറിനേക്കാൾ നന്നായിട്ട് അവനെ എനിക്കറിയാവുന്ന തോന്നുന്നു. अरे हाँ। ആ ശരിയാണ്. എന്തായി സാറേ? ഒരു വിവരമില്ല സാറേ. 9 മണിക്ക് വീട്ടിൽ നിന്ന് ഇറങ്ങിയപ്പോഴേ ഫോൺ ഓഫാണ്. പിന്നെ ബൈക്ക് അവിടെ നിന്ന് കിട്ടിയത് കൊണ്ട് ചിലപ്പോൾ വേറെ വണ്ടിയിലായിരിക്കും രക്ഷപ്പെട്ടു. 4 ഭാഗത്തോട്ടും തിരിയാം. എന്തായാലും എല്ലാ സ്റ്റേഷനിലും ഫാക്സ് കൊടുത്തിട്ടുണ്ട് സാറേ. സ്റ്റാൻലി സാറേ, സാറ് വിചാരിക്കണ പോലെ എടുത്തനല്ല ഒരുമാതിരി ഒരു ജീനിയസ് സാർ. എനിക്കിത് അങ്ങോട്ട് വിശ്വസിക്കാൻ പറ്റണ്ട സാറേ. ഒരു പഞ്ചമാവില്ല. അതൊക്കെ ഇവന്മാര് പുറമേലും അങ്ങനെയാണ് സാർ. ഞാൻ ആഗ്രഹിക്കുന്നത് ഞങ്ങളുടെ അവിടെ എത്തുന്ന കാര്യം ഇവൻ എങ്ങനെ അറിഞ്ഞെന്നുള്ളതാണ്. അത് സാറ് രാജക്കമംഗലം സ്റ്റേഷനിൽ ഇറങ്ങിയ 1/2 മണിക്കൂറിനാവും അങ്ങനെ പോലീസുകാരുടെ ഫ്ലാഷായി. പിന്നെ നമ്മുടെ പോലീസുകാരുടെ സ്വഭാവമൊക്കെ സാറിന് അറിയാമല്ലോ. അവരോട് പുറത്ത് പറയാന്നൊക്കെ പറഞ്ഞായിരുന്നു സാർ. പക്ഷേ എന്താണ് സാറേ അയാളീ ഒരു ഫോൺ മാത്രം ഓൺ ചോദിച്ചത് എന്തിനായിരിക്കും സാർ? ഈ ഫോൺ കിട്ടുന്നത് അവര് നേഴ്സറി പഠിക്കുന്ന കൊച്ചിന്റെ റൂമിൽ നിന്നാണ്. തോന്നുന്നത് അവൻ ഈ ഫോൺ എല്ലായിടത്തും ആ റൂമിൽ ഒളിപ്പിച്ചു വെച്ചിട്ടുണ്ട്. ഇത് ഓണാകാനാണ് സാധ്യത. അതുവഴി കൊച്ചു ഫോൺ എടുത്തിട്ട് ബെഡിന്റെ വീഡിയോ വെച്ചിട്ടുണ്ട്. പ്രശ്നം എന്താണെന്ന് വെച്ചാൽ സാറേ, കൊച്ചാകെ പിടിച്ചിരിക്കണേ ഒന്നും പറയണമില്ല. എന്റെ ഒരു അറിവ് വെച്ച് നോക്കുമ്പോ സാറേ ഈ മണിക്ക് ഇവിടുത്തെ ലോക്കൽ ക്രിമിനൽസും കേട്ട അത്യാവശ്യം കണക്ഷനൊക്കെ ഉണ്ട് സാർ. ओके। അതിൽ തന്നെ പുറമേ ഡീസന്റ് ആണെങ്കിലും അല്ലാതെ ഇത്തരം പരിപാടികളൊക്കെ ചെയ്യുന്ന ओके। കേസുകൾ വേറെ ഉണ്ട്. അയ്യോ കൊണ്ടുവരണം. बट इसको क्यों मारा? इसको फ्रेम वो करके फ्रेम इसको गायब करके कर दिया। गायब कर दिया होगा। अरे रे 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 रे। बाप रे बाप। मणिकुमारन। अरे बाबा रे बाबा। वांटेड। वापिस ब्लैक पेन से। ഞാൻ പറഞ്ഞോളാം. നീ അത് വിട്. നമ്മൾ എത്ര അന്വേഷിച്ചിട്ടും അവനെ കുറിച്ച് വല്ല ബ്ലൂ കിട്ടിയോ? അങ്ങനെ വിടാൻ പറ്റുള്ളൂ സാറേ. അവൻ ഇത്ര സോൾവ് ചെയ്തില്ലേ? അത് തന്നെ വലിയ കാര്യം. സാർ,
അവന് ഈ കാര്യത്തിൽ അഡിക്ഷനാണ്. എന്ന് വെച്ചാൽ സാർ ഞാനൊരു സംഭവം പറയാം. ഞാൻ കാട്ടാക്കടയിൽ താമസിക്കുന്ന സാറിന് അറിയാലോ. അപ്പൊ ആ സമയത്ത് വീട്ടില് വളരെ വലുതായിട്ടുള്ള എലി ശല്യം. അങ്ങനെ ശല്യം കൂടി കൂടി വലിയ കാറിന്റെ വയറൊക്കെ കട്ട് ചെയ്യാൻ തുടങ്ങി. അങ്ങനെ കൂടുതൽ പ്രശ്നമായപ്പോ ഒരു നിവൃത്തിയിൽ അത് എലിക്കണി വെക്കേണ്ടി വന്നു. ആദ്യമൊക്കെ എലി കെണിയിൽ വീണ എന്നെ കൊല്ലാനായിട്ട് എനിക്ക് എന്തോ പോലെ, എലിയെന്നല്ല എന്തായിട്ടുണ്ടെങ്കിലും എനിക്ക് കൊല്ലാനൊരു മടിയായിരുന്നു. പക്ഷെ ശല്യം കൂടി കൂടി इसको बचपन से जैसे शिकार का शौक है ना, वही बताया. പിന്നീട് എലിയെ കൊല്ലാന്നുള്ളത് അത് കഴിഞ്ഞ് ഇടയ്ക്കൊരു എലിയെ കൊല്ലാൻ കിട്ടില്ലെങ്കിൽ എനിക്കൊരെന്തോ മിസ്സിങ് പോലെ. നമ്മൾ പറയാറില്ലേ ഡ്രഗ് അഡിക്ഷൻ, സെക്സ് അഡിക്ഷൻ, അതുപോലെ കില്ലിംഗ് അഡിക്ഷൻ. മരിക്കുന്നത് വരെ അവന് ചെയ്യാതിരിക്കാൻ പറ്റില്ല. ഇതൊരു ബയോളജിക്കൽ ഹർജാണ്. നമ്മള് ഈ പൂച്ചയും പട്ടിയും പോലെ തന്നെ വേറൊരു ടൈപ്പ് മൃഗമാണ് മനുഷ്യൻ. ഇതിലുള്ള ഒരു കാര്യം, നമ്മള് പട്ടികളിൽ തന്നെ ഒരേ ബ്രീഡ് പല ടൈപ്പ് സ്വഭാവമാണ്. അതുപോലൊക്കെ തന്നെയാണ് മനുഷ്യന്റെ ഈ കാര്യം. നമ്മൾ ചില ആൾക്കാർ ജനിക്കുമ്പോ തന്നെ ഇൻസ്റ്റിങ്ക്റ്റ് ആയിട്ട് അവന്റെ ബ്ലഡിൽ ഇത് അലിഞ്ഞു ചേരും. നമ്മുടെ ഇപ്പോഴത്തെ ജീവിത സാഹചര്യവും നിയമവ്യവസ്ഥകളും കാരണം ഇത് അവൻ വളരെ സൈലന്റ് ആയിട്ട് പോകും. ഏതെങ്കിലും ഒരു പ്രത്യേക സാഹചര്യം അവൻ അതെടുത്ത് ഉപയോഗിച്ചിട്ട് बच्ची को मार दिया था, उसके फ्रेंड को. एडिक्शन സമൂഹത്തിന്റെ നിയമവ്യവസ്ഥയുടെ मेरे को लगता है सबको मारा है. പിന്നെയുള്ള കാലം അവൻ പക്ഷെ ഇതിലൊരു കാര്യം, മണി ഇപ്പൊ രാജ്യം വിട്ടുക. അത് തന്നെയാണ് എനിക്കും തോന്നുന്നത്. പക്ഷെ അവൻ മലയാളത്തിലും തമിഴിലാണ് പോകുന്നത്. അതുകൊണ്ട് ഈ രണ്ട് സ്ഥലത്തും മീഡിയാസിലെ മാക്സിമം ന്യൂസ് അവൻ സ്പ്രെഡ് ചെയ്യണം. ഇനി അവൻ അത് ശരിയാണ്, അത് ഞാൻ വേണ്ട പോലെ ഡീൽ ചെയ്തോളാം. നീ ആ പൂന്ത്ര കേസ് ഏറ്റെടുക്കുക, അതല്ലെങ്കിൽ വലിയ കുഴപ്പമാവും. അത് ഞാൻ നോക്കിക്കോളാം സാർ. പക്ഷെ അതിന്റെ ഇടയിൽ കൂടി മണിയുടെ കേസും കൂടി ഒന്ന് ഫോളോ അപ്പ് ചെയ്യാൻ എനിക്ക് താല്പര്യമുണ്ട്. അത് നോക്കിക്കോ, പക്ഷെ പൂന്ത്ര കുഴപ്പമില്ല. सारे फोन्स डंप कर रहा है अभी जाके. സൈനിക് കൊലപാതക പരമ്പരയിലെ പ്രതി എന്ന് സംശയിക്കപ്പെടുന്ന തമിഴ്നാട് വില്ലൂനി പോലീസ് സ്റ്റേഷനിലെ ഹെഡ് കോൺസ്റ്റബിൾ അരമന സ്വദേശിയുമായ മണികുമാരൻ നാടാറിനെ കഴിഞ്ഞ 14-ാം തീയതി മുതൽ കാണാനില്ല. ഇയാൾക്ക് ഗുണ്ടാ സംഘങ്ങളുമായി ബന്ധമുണ്ടെന്ന് പോലീസ് സംശയിക്കുന്നു. பிரபல சைனிக் கொலை தொடரின் சந்தேக நபராகிய வில்லூட்டி காவல் நிலைய தலைமை காவலரும் அறுபடை நிவாசியுமான உடனடியாக அருகில் உள்ள காவல் நிலையத்தில் मार के गाड़ दिया उसको. नहीं, फोन गाड़ रहा होगा. क्या ये फोन ही है. बाबा रे बाबा, दिस इज क्रेजी मैन. क्या हो रहा है ना, ये धमाका हो रहा है फुल. he is totally crazy. Like किसको भी एडिक्शन है मर्डर का. कैसे उसने पूरा बोलता ना अभी गेम घुमा दिया, वो मनी को फंसवा दिया इसने, सो ही कैन रोम फ्री नाउ अगेन. अगर आप देखोगे ना उसके वो बुक में पहले एनिमल्स थे, कैट, देन वो बच्चे, और हले का कलर कोडिंग है. हाँ, एक जो वो नहीं था उसको पहले ब्लू में बनाया था, जो अब पट नहीं रही थी. बाकी सब रेड, इसको ब्लैक में बनाया. इसको ब्लैक में क्योंकि उसका भी कुछ तो बोलता ना हिडन मैसेज है इसका. बट क्रेजी. ओके, लेट्स सी व्हाट्स गोना हैपन नेक्स्ट. So meanwhile, take care. Bye bye.